ക്യാരറ്റും ഒക്കെ ചേർത്ത് ഉണ്ടാക്കാവുന്ന ഒരു പുതുമയുള്ള വിഭവമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ആരോഗ്യരുചിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കുണ്ടാക്കാൻ തുടങ്ങാം. അതിലേക്കായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അരിപ്പൊടിയിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏത് കപ്പിനാണോ അരിപ്പൊടി അളന്നത് ആ കപ്പിന് തന്നെ നമുക്ക് 2 കപ്പ് വെള്ളം, അതായത് 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് എരിവ് കുറച്ച് മതിയെങ്കിൽ 2 എണ്ണം ചേർത്താൽ മതി. ഇനിയും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1/2 കപ്പ് ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് 2-3 മിനിറ്റ് നേരം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ തിരുമ്മിയത് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇളക്കിയെടുക്കാം. 2 സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുമ്പം തൈര് വീട്ടിലില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക. തൈരുണ്ടെങ്കിൽ ഒന്നുകൂടെ നമ്മുടെ ഈ അപ്പം ഒന്ന് സോഫ്റ്റ് ആവും. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഈ സമയത്ത് ഉപ്പ് പാകത്തിനാണെന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു തട്ടിൽ ഞാൻ കുറച്ച് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ അരിപ്പൊടിയുടെ ഈ കൂട്ട് നമുക്കിതിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇത് പുഴുങ്ങാനായിട്ട് ഞാനൊരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെക്കാം. ഒരു 15 മിനിറ്റോളം ഇതിരുന്നൊന്ന് വേവട്ടെ. ഇതൊരു 15 മിനിറ്റ് ആവിയിൽ വേവിച്ചിരുന്നു. അതിനുശേഷം ആറിയിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ലൊരു പുതുമയുള്ള വിഭവമാണ്. കഴിക്കാൻ നല്ല രുചിയാണ്. നമ്മുടെ തക്കാളി ചട്നി അല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തി ഇതിനോടൊപ്പം ചേർത്ത് കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ.